എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉഷയുടെ മാതാ അപ്പാരൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനത്തിലേക്കാണ് നിങ്ങളെ ഇന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുവരിക. ആരാണെന്നോ ഈ ഉഷ? തൻ്റെ കണ്ണീരിന്റെ അനുഭവ കഥയിൽ നിന്ന് ആയിരങ്ങളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയിക്കാൻ കാരണക്കാരിയായ തൻ്റെ അത്യധ്വാനത്തിന്റെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അവിശ്വസനീയവും അത്ഭുതകരവുമായ ദൈവത്തിന്റെ ഇടപെടലുകളെ തൻ്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ ഒരു മഹത് വ്യക്തിയുടെ, എളിയ സഹോദരിയുടെ ഒരു അനുഭവ സാക്ഷ്യം. ആ വിസ്മയ അനുഭവങ്ങളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ഇതാണ് എൻ്റെ സുഹൃത്ത് ഉഷ. ഞാൻ ഉഷയെ പരിചയപ്പെട്ടിട്ട് 2014 മുതലുള്ള പരിചയമാണ് എനിക്ക്. 2014 മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ്, ഒരുപാട് ദൈവാനുഭവത്തിന്റെ കഥകള് കുർബാന കഴിഞ്ഞ് പോരുന്ന വഴി ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോഴൊക്കെ ചിന്തിക്കും, ഒത്തിരിയേറെ മനസ്സുകൾക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ പറ്റിയ വലിയ ഒരു നിധിയാണല്ലോ ഈ വ്യക്തി എന്ന്. അതൊന്ന് ലോകം മുഴുവനും അറിയണമെന്ന് എൻ്റെ ആഗ്രഹം. കാരണം ഒരുപാട് മക്കള് ഇനി ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലല്ലോ, വഴി മുട്ടിപ്പോയല്ലോ, ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്ന് ചിന്തിച്ച് ആത്മഹത്യയിലേക്കും ജീവിതത്തിന്റെ തകർച്ചയിലേക്കൊക്കെ കടന്ന് നിരാശയ്ക്ക് അടിമപ്പെട്ട് വിഷാദ രോഗികളായിട്ട് മാറുന്ന അനുഭവങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനഃശാസ്ത്രജ്ഞയാണ് ഞാൻ. അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കും, ഉഷയെ പോലെയുള്ള ഒരാളെ, ഒരു അനുഭവം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തിച്ചാൽ ഒത്തിരിയേറെ പേരുടെ ജീവിതത്തെ രക്ഷിക്കാൻ അനായാസം സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ഇന്ന് ഉഷയെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഉഷേ, ഇന്ന് നിന്റെ ഈ വലിയ എന്താ പറയാ പ്രസ്ഥാനം കാണാൻ വേണ്ടി വന്നതാ. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു. ഇതിന്റെ കഥയൊക്കെ നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇരുന്ന് കഥ പറയാൻ നമുക്ക് നേരം കിട്ടിയിട്ടില്ല. കറക്റ്റ്. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും, എന്താണ് ഉഷയുടെ കഥ എന്ന് എനിക്കറിയണമെന്ന്. എത്ര വയസ്സിലാണ് ഉഷ ഈ കഥ തുടങ്ങിയത്? ഇതിന്റെ ആരംഭം, ഇതിന്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടത് എത്ര വയസ്സിൽ? പറഞ്ഞ ഒരു 15 വയസ്സ്. 15 വയസ്സിൽ തുടങ്ങി. അപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ് ആ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോഴല്ലേ നമുക്ക് ഓരോ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാൻ വരണേ പ്രായം. അപ്പൊ അപ്പച്ചന്റെ ബിസിനസ് പണ്ടത്തെ പല കൊച്ചു ബിസിനസ്സുകൾ. അപ്പൊ അതിലെങ്ങനെ അലിഞ്ഞു തീർന്നുകൊണ്ട് അപ്പൊ എനിക്ക് ആ ഒരു ഇഷ്ടമാണ്. നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ 6 മക്കള്. 6 മക്കള്. ഈ 6 മക്കളും അപ്പനും അമ്മയുമുള്ള ജീവിതം, അപ്പന്റെ കഠിനാധ്വാനത്തില് ആണ് നിങ്ങൾ വളരുന്നത്. ഞങ്ങൾ വളർന്നത്. അപ്പൊ നല്ല യുവത്വ കാലഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ ബിസിനസിന്റെ 1ാം പടി വെച്ചു കഴിഞ്ഞു. അതെ അതെ, ഇത് ബ്ലഡിലുണ്ട്. അപ്പനത് മോൾക്ക് തന്നു. മൂത്ത മോള്. അതെ, മൂത്ത മോൾക്ക് മുഴുവനും കിട്ടി. അപ്പോഴും എപ്പോഴും ഉഷ ഇങ്ങനെ ദൈവാനുഗ്രഹം എന്നോട് പറയാറുണ്ട്. അതെ, എപ്പോ നോക്കിയാലും കയ്യിൽ കൊന്ത കാണാം. കുർബാന കഴിഞ്ഞ് വരുമ്പോഴും ഈ ജപമാല ചൊല്ലിയിട്ടാണ് ഉഷ നടന്നു പോവാറ്. ആദ്യമായിട്ട് ഉഷനെ പരിചയപ്പെടാനും കാരണം ഈ ജപമാല കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിലാണ്. അപ്പൊ എനിക്ക് തോന്നാറുണ്ട്, കൂടുതൽ ആഴത്തിൽ ഈ വ്യക്തിയുടെ കഥയൊന്ന് അറിയണമെന്ന്. എന്താണ് ഇതിന്റെ ഗുട്ടൻസ്? അയ്യോ, പരിശുദ്ധ അമ്മ നമ്മുടെ കൈ പിടിച്ച നമ്മുടെ കൈ പരിശുദ്ധമ്മ പിടിക്കും. പരിശുദ്ധമ്മയുടെ കൈയില്ലാണ്ട് ഈ അമ്മയിലൂടെയാണ് ഈശോയിലോട്ട് എത്തണത്. അമ്മ ഈശോ പറഞ്ഞില്ലേ, അമ്മ പറഞ്ഞില്ലേ കാനായിലെ കല്യാണ വിരുന്നിന് വെള്ളം വീഞ്ഞാക്കിയത്. ആ അത്ഭുതം തന്നെ. അപ്പൊ ഈശോയോട് അമ്മ പറഞ്ഞു നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുള്ള ഉറപ്പുണ്ട്. അപ്പൊ ഉഷയ്ക്ക് തോന്നുന്നുണ്ട്, കാനായിലെ കൽഭരണികളിൽ പച്ചവെള്ളം വീഞ്ഞാക്കിയതുപോലെ എന്റെ 5ഓ 10ഓ പാവാടയിൽ തുടങ്ങിയ ഈ കഥ ഇന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പാവാടകളിലേക്ക് അധികരിച്ചു. ഇതെങ്ങനെയാണ് സാധ്യമായത്? എല്ലാം ദൈവാനുഗ്രഹം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ മഹത്വവും, നമ്മുടെ ഈ ശുശ്രൂഷയുടെ എല്ലാ മഹത്വവും ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. എങ്ങനെയാണ് ഈ യാത്രയുടെ ആരംഭം? എവിടെ നിന്നാണ് ഈ യാത്ര ആരംഭിച്ചത്? യാത്ര ഇവിടെ നിന്നാണ് ആരംഭിച്ചത് സിസ്റ്ററെ. ഈശോയുടെ മാതാവെന്ന് പിതാവെന്ന് ആരംഭിച്ച് ഇതുവരെ കർത്താവ് വലിയ ഉയർച്ചയിലേക്ക് ഈശോ എത്തിച്ചിരിക്കുന്നു. എത്ര നന്ദി പറഞ്ഞാൽ എനിക്ക് മതിയാവില്ല. അതുപോലത്തെ അനുഗ്രഹങ്ങളാണ്. തുടക്കം എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ? തുടക്കം വളരെയധികം കഷ്ടപ്പെട്ട രീതിയിൽ തന്നെ. ഒന്നും എടുക്കാൻ പോലും തുണി ഇപ്പൊ നമ്മൾ തുടങ്ങുമ്പോ നമുക്ക് ഇത് വേണമല്ലോ, അത് നമ്മള് മുൻകൂർ എടുക്കാൻ പൈസ ഇല്ലാതിരുന്ന അവസ്ഥയില് നമ്മളതിപ്പോ സ്വർണം ഉണ്ടായിരുന്നു.
അതുകൊണ്ട് ആദ്യത്തെ ഇതിന് ഒരു 10,000 rupees വിറ്റിട്ട് അന്ന് നിസ്സാര പൈസ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ അത് കിട്ടി. ആ 10,000 രൂപയിൽ തുടങ്ങിയതാണ്. 10,000 രൂപയിൽ നിന്ന് എങ്ങനെ തുടങ്ങി? 10,000 രൂപ എടുത്ത് അത് ഐറ്റംസ് തുണികൾ വാങ്ങി എടുത്തിട്ട് പിന്നെ അത് സ്റ്റിച്ച് ചെയ്തെന്ന് വെച്ചാല് ഒരു തയ്യൽക്കാരി ഉണ്ടായിരുന്നു ചെയ്യിപ്പിച്ച് കുറച്ച് ഇതെടുത്ത് സാമ്പിൾ എടുത്തിട്ട് നമ്മള് കടകളിൽ പോയിട്ട് സാമ്പിള് കാണിച്ചു. വെറും 15 വയസ്സില് അതെങ്ങനെ അങ്ങനെ ഒരു തോന്നല് വന്നു? എനിക്ക് ഇങ്ങനെ 15 വയസ്സിൽ ഇത് ചെയ്യണം എന്നൊരു തോന്നൽ എങ്ങനെ വന്നു? എന്റെ അപ്പച്ചനിൽ നിന്ന് കിട്ടിയതാ. അപ്പച്ചൻ ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നതും ആ ബ്ലഡില് ഉണ്ടാവുന്ന പോലെ. അപ്പൊ അപ്പൻ സമ്മതിക്കോ 15 വയസ്സുള്ള പെണ്ണ് ഇങ്ങനെ? ഇഷ്ടമായിരുന്നു. ഓ വെരി ഗുഡ്. അപ്പനാണ് ഇതിന് കാരണക്കാരൻ. അന്നത്തെ കാലത്ത് ഒരു കാര്യമുണ്ട്, പെണ്ണുങ്ങൾ പുറത്തിറങ്ങാൻ അത്ര എളുപ്പത്തിൽ സമ്മതിക്കില്ല. നല്ല നല്ല വീടുകളിൽ നിന്നൊന്നും ഇങ്ങനെ കട കയറി ഇറങ്ങി നടക്കാൻ സമ്മതിക്കും. പക്ഷെ ആ അപ്പന് ഉറപ്പുണ്ട് എന്റെ മോള് തെറ്റിപ്പോവില്ലെന്ന്. വെരി ഗുഡ്. എന്നിട്ട് കാരണം അപ്പൊ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിച്ചു. അപ്പച്ചൻ തയ്ച്ച് പാരന്റ്സ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. തയ്ച്ച് കൊണ്ട് കാണിച്ച് അത് ചെയ്ത് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി. ഒരുമാതിരി ചെയ്ത് വന്ന് അവരപ്പൊ ബേക്കറിയും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ. അപ്പൊ അവര് ബേക്കറിയിലേക്ക് നിന്നെങ്കിൽ ഞാനിങ്ങനെ ചെയ്ത് കുറച്ച് ദിവസമായിട്ട്. അത് കഴിഞ്ഞ് കൂടുതലായിട്ട് വരുന്നത് എന്റെ മാരേജിന് ശേഷം. മാരേജ് എത്ര വയസ്സിലായിരുന്നു? 21 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് മാരേജ്. 21 വയസ്സിൽ മാരേജ്. അപ്പൊ 21 വയസ്സില് ഉഷ അറിയപ്പെടുന്ന ബിസിനസ്സുകാരി ആയിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ തയ്ച്ചു കൊണ്ടുവന്ന് കുറേശ്ശെ തയ്ച്ച് അങ്ങനെ കൊടുക്കുന്നു. ചെറിയ ചെറിയ ലാഭങ്ങള്. എത്രയൊക്കെ ലാഭങ്ങൾ ഉണ്ടാവും അന്നൊക്കെ? പണ്ടൊക്കെ ഒരു 3 രൂപയ്ക്ക് ആയിരിക്കും. 3 രൂപയാണ് ഒരു പാവാടയ്ക്ക് കിട്ടുന്നത് അന്ന്. പണ്ടൊക്കെ ഒരു പാവാടയ്ക്ക് 3 രൂപ കിട്ടുമോ? ഒരു പാവാടയ്ക്ക് 3 രൂപ കിട്ടിയിരുന്നു. അപ്പൊ എത്ര പാവാട തയ്ക്കുമായിരുന്നു അങ്ങനെ ഒരു മാസം? അന്നൊക്കെ ചിലപ്പോ 10 പാവാടയിൽ തുടങ്ങി 100 പാവാട വരെയായി. 10 പാവാടയിൽ തുടങ്ങി 100 പാവാട വരെയായി. അത്ര ആയിരിക്കുമ്പോഴാണ് എന്റെ കല്യാണം. 100 പാവാട തയ്ച്ചതും കല്യാണ ശേഷമാണ്. അതിനു മുമ്പ് അത്രയും ആയിട്ടില്ല. അവിടെ വെച്ച് കൂടുതൽ ചെയ്യുമായിരുന്നു. പിന്നെ നമ്മളവിടെ നിർത്തിക്കളഞ്ഞു. കല്യാണത്തോട് നിർത്തിക്കളഞ്ഞു. കാരണം ഭർത്താവിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഭർത്താവിന് താല്പര്യം ഉണ്ടായിട്ടല്ല, കാരണം കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ ഉത്തരവാദിത്തങ്ങളായി കുറച്ച് നാളെ ഗ്യാപ്പ് ഉണ്ടായുള്ളു. വയസ്സായ അമ്മയുണ്ട്, പിന്നെ ഹസ്ബൻഡിന് ആദ്യം സപ്പോർട്ടല്ലായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കൊണ്ടൊക്കെ പിന്നെ അപ്പോഴും ഞാൻ വിഷമിച്ചിട്ട് ഇത് ഒരാളുടെ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല, കുടുംബം മുന്നോട്ട് പോകില്ല. കുട്ടികളായി കഴിയുമ്പോ കുട്ടികളെ പഠിപ്പിക്കണം. അങ്ങനെ അവരിലുള്ള കൂടുതലുള്ള സ്നേഹം, അവരെ എങ്ങനെയെങ്കിലും നല്ല എത്തിക്കണം ഒരു ആഗ്രഹം. എന്നെക്കാളും നല്ല രീതിയിൽ കുട്ടികളെ എത്തിക്കണം ആഗ്രഹം. അതിന് ഇദ്ദേഹത്തിന്റെ വരുമാനം കൊണ്ടാവില്ല. അദ്ദേഹത്തിന് എന്തായിരുന്നു ജോലി? ഒരു വലിയൊരു ഫർണിച്ചർ ഷോപ്പില് ഫ്ലോർ മാനേജർ. കല്യാണത്തോടു കൂടി ഈ സംഗതി പതുക്കെ ഒന്ന് നിന്നുപോയി. എന്നിട്ട് പിന്നെ എങ്ങനെയാ റീസ്റ്റാർട്ട് ചെയ്ത്? എങ്ങനെ നിന്നുപോയത്? അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. പാരന്റ്സ് ഉണ്ട്, വയസ്സായ ആൾക്കാരാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ ചെന്ന് കയറി അവർ പറഞ്ഞിരിക്കണമല്ലോ. റെസ്പെക്ട്. അപ്പൊ എന്റെ ബിസിനസിന്റെ ത്വര ഞാനൊന്ന് നിർത്തി അനുസരിച്ചു. ദൈവം തന്ന കൂതാശിയായ മാരേജിനെ ബഹുമാനിച്ച് അവര് പറയുന്നത് അനുസരിച്ച് ഞാൻ അടങ്ങി നിന്നു. എന്നിട്ട് അത് ഒരു 1 വർഷം 2 വർഷം ഒന്നുള്ളു പിന്നെ റീസ്റ്റാർട്ട് ചെയ്തു. ആ 10,000ന്റെ കഥ ഇവിടെയാണ് തുടങ്ങുന്നത്. അതിനു മുമ്പ് 10,000ന്റെ കഥയൊന്നുമില്ല. അല്ലറ ചില്ലറ കാശുകൊണ്ട് ഞാൻ തുടങ്ങി. ഇവിടെ വന്നപ്പോ അത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് അദ്ദേഹം സമ്മതിക്കാൻ എങ്ങനെയാ കാരണം ഉണ്ടായത്? അതങ്ങനെ ഇപ്പൊ ഇതിങ്ങനെ എനിക്കൊരു ബിസിനസ് തുടങ്ങണം, നമുക്കൊരു ആളുടെ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ അപ്പൊ അമ്മ ഉണ്ടായിരുന്നു, ആളുടെ അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്ത ആളുടെ അമ്മയും കൂടെ ആദ്യം തുടങ്ങാൻ നമ്മൾ തുടങ്ങി. പക്ഷെ കുറെ പ്രതിസന്ധികൾ, ഫിനാൻസ് പ്രോബ്ലം, പിന്നെ മൂത്ത കുട്ടിയായി, രണ്ടാമത്തെ കുട്ടിയായി, പിന്നെ അമ്മയാണെങ്കിൽ വയസ്സായതാണ്, കുടുംബ രോഗം, ദുരിതം, ടെൻഷൻ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങനെ അപ്പനോട് പറഞ്ഞാൽ നിർത്താൻ പറഞ്ഞു ഹസ്ബൻഡിനോട്. അപ്പൊ എന്റെ അമ്മേനെ വിളിച്ചിട്ടും പറഞ്ഞു ഇവളെ കൊണ്ട് നിർത്തിപ്പിക്കണം, ഇതൊക്കെ ചെയ്യാൻ പറ്റണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അത് അമ്മച്ചി എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ ഞാനിത് ഇത് മാത്രം പറയരുത്. ഇത് എനിക്കത് എന്റെ ഒരു ആഗ്രഹമാണ്, എന്തായാലും ഞാൻ അനുസരിച്ചോളാം, ബിസിനസ് തന്നോട് പറയരുതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞ് ചെയ്ത് തുടങ്ങി. പക്ഷെ ഇതെങ്ങനെ അപ്പൊ കുടുംബകലഹം ഒന്നും ഉണ്ടായില്ലല്ലോ? ഒന്നും ഉണ്ടായില്ല. ഉണ്ടാകണമെന്ന് വെച്ചാല് ചെറിയ എന്നാലും അതും തരണം ചെയ്യാൻ കർത്താവ് സഹായിച്ചു. കുടുംബകലഹം ഉണ്ടെങ്കിലും, കാരണം ഞാനിത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് താല്പര്യമില്ല.
പക്ഷെ വീണ്ടും ഞാൻ അതിൽ ബലം പിടിച്ച് ഇത് ഒരാളുടെ വരുമാനം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഞാനും കൂടി അധ്വാനിക്കണം എന്നൊരു മോട്ടിവേഷൻ അവിടെ കിട്ടി. അതെ. എനിക്ക് 2 മക്കളായി, അമ്മ രോഗിയാണ്, വീട്ടിലെ ചെലവുകൾ അധികരിക്കുന്നു, ഒരാളുടെ ശമ്പളം കൊണ്ട് മുന്നോട്ട് പോകില്ല. അപ്പൊ ഞാൻ എന്ത് കണ്ടിട്ട് എന്നോട് നിർത്താൻ പറയണേ എന്നുള്ളിൽ തോന്നി. അത് കർത്താവിന്റെ ഹിതാന്ന് തിരിച്ചറിഞ്ഞു. അതെ. അങ്ങനെ വീണ്ടും അദ്ദേഹത്തിന്റെ സമ്മതത്തോടെ ആരംഭിക്കുകയാണ്. പക്ഷെ ആരംഭിച്ച് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കർത്താവിനോട് ഒരു പൂ ചോദിച്ചപ്പോ ശരിക്കും പറഞ്ഞ ഈശോ പൂന്തോട്ടം തന്നു. അതാണ് ശരിക്കും പറഞ്ഞാ എനിക്ക് തന്നെ അത്ഭുതം. ഇത് എവിടെ നിന്ന് വന്ന് ഇത് എങ്ങോട്ടാണ് യാത്ര എന്ന് പറഞ്ഞാൽ അത്രത്തോളം കർത്താവ് ശരിക്കും പറഞ്ഞാൽ നല്ലവണ്ണം വൻ സംരംഭമായിട്ട് ഈശോ ആക്കി തന്നു. അതിന്റെ സ്റ്റാറ്റസ് എന്താണ്? ഇപ്പൊ മോൻ അന്ന് 12 വയസ്സിന് ശേഷമാണ് മൂത്ത കുട്ടികളുടെ 12 വയസ്സിൽ മോൻ ജനിച്ചത്. 12 കൊല്ലങ്ങൾക്ക് ശേഷമാണ് മോൻ ജനിച്ചത്. ലേറ്റ് കമ്മിങ് ആണ്. വിശുദ്ധ പൗലോസ്ലീഹ പറയണ പോലെ അകാലജാതനാണ്. അതെ. അങ്ങനെ അവൻ ജനിച്ചപ്പോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവനെ നോക്കാൻ എന്റെ സിസ്റ്ററിലോ പറഞ്ഞു, വിഷമിക്കാൻ എന്റെ ബിസിനസ് ഉള്ള സമയത്ത് ഇത് എങ്ങനെ കൊണ്ടുപോകും, കൊച്ച് ഡെലിവറി ചെയ്യുമ്പോൾ കൊച്ച് നോക്കാനാണ്. അപ്പൊ അവര് പറഞ്ഞു, ബേബി ചേച്ചി എന്ന് പറയും, അത് പറഞ്ഞ് ഞാൻ നോക്കിക്കോളാം, പക്ഷെ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞ് അവരുടെ അതോടിന് കൊച്ച് നോക്കി 5 വയസ്സ് വരെയും ബേബി ചേച്ചിയാണ് നോക്കി. എതിര് നിന്ന ഭർത്താവ്, ഭാര്യയെ പ്രൊമോട്ട് ചെയ്യാൻ മടിച്ച ഭർത്താവ് എന്നാണ് താങ്കളുടെ കൂടെ വന്നു തുടങ്ങിയത്? ഭർത്താവ് വരാൻ തുടങ്ങിയത് എന്റെ മദറിലോ മരണശേഷം. അതിന് മുന്നേ ഭർത്താവ് വരാൻ പറയുമ്പോഴത്തേക്കും അമ്മ പറയും, വേണ്ട വരണ്ട, നിനക്ക് ഇത്ര ശമ്പളമൊക്കെ ഉള്ളല്ലോ, നീ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, ജോലി കളയണ്ടെന്ന് എപ്പോഴും പറയും. അപ്പൊ ഞാൻ പറയും, എനിക്ക് പറ്റണില്ല ഇനി ഒറ്റയ്ക്ക്. കാരണം എനിക്ക് എന്ന് വെച്ചാല് ആൾക്കാര് ഞാൻ കുറച്ച് എന്തെങ്കിലും കൂടുതൽ കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ എല്ലാവരും വന്നിട്ട് പറ്റിക്കും. അങ്ങനെയുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായി, ഇനി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആളുണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ട് നോക്കാൻ സാധിക്കും. കാരണം ഫിനാൻസ് ഒക്കെ ആൾക്ക് നല്ല വശമുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു, ഇനി വരാതെ പറ്റില്ല, കാരണം ഇതിന് മുന്നോട്ട് പോയാൽ എനിക്ക് ഒറ്റയ്ക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആള് വന്നപ്പോ അത് എന്റെ പണ്ട് എനിക്ക് ബാഗിലായിരുന്നു പൈസകൾ വെച്ചത്. ആ ബാഗ് അങ്ങനെ ആളുടെ കയ്യിലോട്ട് കൊടുത്തു. ഞാനല്ല നോക്കേണ്ടത്, ഞാൻ ഡാഡിനെ വിളിക്കുന്നത്, ഡാഡിയെ നോക്കേണ്ടത്, ഡാഡി നോക്കിക്കോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം, ഫിനാൻസ് കംപ്ലീറ്റ് ഡാഡി നോക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ബാഗ് അങ്ങനെ തന്നെ, പണപ്പെട്ടി അങ്ങനെ തന്നെ അപ്പനെ ഏൽപ്പിച്ചിട്ട് ഡാഡിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങളാണ് നോക്കേണ്ടത്, ഇനി ഞാൻ ഫിനാൻസുമായിട്ട് യാതൊരു ബന്ധമില്ല. ആ വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു അല്ലേ? ഇയാളെന്നെ ചതിക്കില്ലെന്ന് തോന്നി, ഇയാളെന്നെ ഔട്ടാക്കില്ല എന്ന് തോന്നി. ആ ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഇവിടുത്തെ. അപ്പൊ ഭർത്താക്കന്മാര് സാധാരണഗതിയിൽ ഈ പെണ്ണുങ്ങളുടെ വളർച്ചയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഭർത്താവാണെങ്കിൽ നിങ്ങളുടെ കുടുംബം കരകയറും. കാരണം പെണ്ണിന് സൈക്കോളജിക്കലി സൂക്ഷ്മ ദൃഷ്ടിയാണ്, പുരുഷനെ സംബന്ധിച്ച് ദീർഘദൃഷ്ടിയാണ്. അപ്പൊ ദീർഘദൃഷ്ടി കാണുന്നവരും സൂക്ഷ്മ ദൃഷ്ടി കാണുന്നവരും ഒരുമിച്ച് കൂടുമ്പോൾ ആ കുടുംബ ജീവിതം എത്ര സുന്ദരമാകും. നിങ്ങൾ മനസ്സിലോർക്കണം, നിങ്ങളുടെ ഭാര്യമാർ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവൃത്തികളെ പ്രൊമോട്ട് ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന വളർച്ച എത്രയാണെന്ന് ഉഷ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് അങ്ങനെ ഏൽപ്പിച്ചു. എന്നിട്ട് എന്തുണ്ടായി? അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് മുന്നേ കുറച്ച് ബാധ്യതകളും കടങ്ങളൊക്കെ ഇങ്ങനെ ഗോൾഡ് പണം വെക്കല്, ലോൺ എടുക്കല് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഇയാള് വന്നതിന് ശേഷം എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലോണം പൈസ കൈകാര്യം ചെയ്യാൻ ആള് നന്നായിട്ട് തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് ആയി, ഒരു ടെൻഷൻ ഇല്ലാണ്ടായി. എല്ലാ കാര്യങ്ങൾക്കും ആള് മാനേജ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇപ്പൊ ഓരോരോ സംരംഭങ്ങൾ തുടങ്ങുമ്പോഴത്തേക്കും ആളുടെ പൈസ ഞാൻ പൈസ ചോദിക്കുന്നത് ആളുടെ കയ്യിൽ നിന്ന് മേടിക്കുള്ളൂ. എന്റെ കയ്യിലൊന്നും പൈസ ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് പിടിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഓരോന്നും അങ്ങനെ പടിപടിയായിട്ട് ഓരോ സ്ഥലങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി, ബിൽഡിങ് കെട്ടി തുടങ്ങി, പഴയ വീടിന് പുതിയ വീട്ടിലോട്ട് കയറി. അങ്ങനെ വലുതായിട്ട് ഇപ്പൊ കുട്ടികളെ പഠിപ്പിച്ചു. മൂത്താള് ഡോക്ടറായി, മൂത്താള് എഞ്ചിനീയറായി, രണ്ടാമത്തെ ആള് ഡോക്ടറായി, മൂന്നാമത്തെ ആള് നല്ല MBA പഠിച്ചുകൊണ്ടിരിക്കുന്നു. പുറത്തു പോയി പഠിച്ചു. അങ്ങനെ അങ്ങനെ രാജഗിരിയിൽ പഠിക്കണം. രാജഗിരിയിൽ കഴിഞ്ഞിട്ട് അവൻ ബോംബെയില് മാസ്റ്റർ എടുത്തു. അതുകൊണ്ട് ഇപ്പൊ MBA പഠിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു മകനാണ്. പെൺകുട്ടികൾ അത് തന്നെ, മൂത്തവളുടെ ഭർത്താവ് ഇത് എഞ്ചിനീയർ ജോലി, പിന്നെ രണ്ടാമത്തെ അവളുടെ ഭർത്താവ് ഡോക്ടർ. ഇങ്ങനെ പോണു. ഇപ്പൊ പാവാടയിൽ തുടങ്ങിയിട്ട് പാവാട മാത്രമേ ഉള്ളൂ? അല്ലല്ല, പാവാട തുടങ്ങി. പാവാടയിൽ ഇപ്പൊ ലേഡീസ് പാന്റുകളായി, ഷേപ്പിയറായി, നൈറ്റി ഉണ്ട്, പിന്നെ കുർത്തികളൊക്കെ അങ്ങനെ കുർത്തികളൊക്കെ തുടങ്ങി. അങ്ങനെ പല പല ഐറ്റംസിൽ നിന്ന് ഇന്ന് 1 ലക്ഷം വരെ എത്തിയിട്ടുണ്ടാവും അല്ലേ? ഒന്നല്ല എത്രയായി?
അത് കൗണ്ട് ചെയ്യാനായിട്ട് നല്ല കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്ര 2-3 അതായത് ലക്ഷങ്ങളിലേക്ക് 2-3 ലക്ഷങ്ങളിലേക്ക് ദൈവം എത്തിച്ചിരിക്കുകയാണ്. ഈ കാണുന്നതൊക്കെ ഇതാണ്. ഇത് ഒരു ഷോറൂമാണ്. ഇനി ബാക്കി അപ്പുറത്തുണ്ട്, മുകളിലുണ്ട്. ഇവിടെ മുഴുവനും ഈ മാതാ അപ്പാരൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടേതായിട്ട് മാറി. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി ഒരു സ്ത്രീ തുടങ്ങിയ 10 പാവാടയിൽ നിന്ന് തുടങ്ങിയ ഒരു സംരംഭം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയതിന്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഉഷ, ജീവിതത്തിൽ ഏറ്റവും അധികം ആശ്വാസം തരുന്ന അല്ലെങ്കിൽ മോട്ടിവേഷൻ തരുന്ന ഒരു ദൈവവചനം പറയാവോ? ലൂക്ക 1:37 ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിനൊന്നും അസാധ്യമല്ല. അതിങ്ങനെ അനുഭവിച്ച് നിയമാവർത്തനം 28:10 കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലെ സകല മനുഷ്യരും നിന്നെ കാണുമ്പോൾ ഭയപ്പെടും. പറഞ്ഞത് അത് നമുക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ മാതാവിന്റെ അനുഭവം എങ്ങനെയായിരുന്നു ഉഷ വിവരിക്കുക? മാതാവിന്റെ അനുഗ്രഹം എന്ന് വെച്ചാൽ മാതാവ് എപ്പോഴും എന്റെ കയ്യിൽ കൊന്തയുണ്ടാവും. ഈ കൊന്തയില്ലാത്തൊരു സമയമില്ല. ഇതിപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ ഇങ്ങനെ വെറുതെ വരുമെന്ന് പറഞ്ഞിട്ട് ഉഷ ഒന്ന് കാണാൻ വേണ്ടിട്ടെന്നാ പറഞ്ഞല്ലോ കേട്ടോ. ഞങ്ങള് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് കൊന്ത പിടിച്ചു വന്നതല്ല കേട്ടാ. അവള് ഇവിടെ ജോലി ചെയ്യണതിന്റെ ഇടയിലാണ് ഞങ്ങൾ കയറി വന്നത്. അപ്പോഴാണ് ഈ കൊന്ത ഇരിക്കണേ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ലേ അതിനു വേണ്ടി കൊന്തയ്ക്ക് കൊണ്ടുവന്നു? നെവർ. ഓക്കെ, എന്നിട്ട് ഈ കൊന്ത കുഞ്ഞിലെ തുടങ്ങി മാതാവിന്റെ ഒരു പ്രത്യേക ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. എനിക്ക് കൊന്തയില്ലാത്ത ഒരു സ്ഥലത്തും ഞാൻ പോകില്ല. കൊന്തയില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ പോലെ എനിക്ക് തോന്നുന്നത്. എന്തോ ഒന്ന് എടുക്കാത്ത പോലെ തോന്നുന്നു അല്ലെ? അത് എടുക്കാണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഓക്കെ, കിടക്കണ ഉറക്കത്തിലും എല്ലാത്തിലും കയ്യില് കൊന്തയുണ്ടാവും. അങ്ങനെ കൊന്ത ഇപ്പൊ എന്റെ മക്കൾക്കാണെങ്കിലും മൂത്ത കുട്ടികള് അവരും അതുപോലെ തന്നെ മകനാണെങ്കിലും മൂത്ത മകൻ ഇവിടെ വന്നിട്ടില്ലപ്പാ. അകാല ജാതനെ പോലെ പോലോസ്ലിഹായെ പോലെ കർത്താവ് കൊടുത്ത പൊന്നുമോനാണ്. ഇവനിന്ന് പറഞ്ഞു ഇനിയിപ്പോ എന്താ ചെയ്യണേ മോനെ? ഞാനിപ്പോ പഠിച്ചു കഴിഞ്ഞു. എന്താ പഠിച്ചേ? ഞാൻ BD ചെയ്തു. പിന്നെ ബോംബെയില് ഗ്ലോബൽ ഫാമിലി ബിസിനസ് മാനേജ്മെന്റ്. ഗ്ലോബൽ ഫാമിലി ബിസിനസ് മാനേജ്മെന്റ്. അങ്ങനെ ഒരു ബിസിനസ് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കണേ. അങ്ങനെ ഒരു സ്റ്റഡി ഉണ്ട്, ഫാമിലി ബിസിനസിന് വേണ്ടി ഒരു സ്റ്റഡി. വെരി ഗുഡ്. എന്നിട്ട് കറന്റ്ലി ഒരു MBA ഓൺലൈനായിട്ട് പെർസ്യൂ ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ട് ബിസിനസ്സില് 2 കൊല്ലമായിട്ട് ഇവിടെ. വെരി ഗുഡ്. അമ്മയ്ക്ക് വലിയ ആശ്വാസമായി അല്ലേ? അപ്പൻ മാത്രമല്ല മകനും കൂടി അതിലേക്ക് ദൈവം തന്നു. ഒരു 12 കൊല്ലങ്ങൾക്ക് ശേഷം, രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞ് 12 വർഷങ്ങൾക്ക് ശേഷം ബിസിനസ് ഒക്കെ ഒരു നല്ല ലൈനിൽ തെറ്റി തുടങ്ങുമ്പോഴേക്കും ഒരു കയ്യാട്ടത്തിന് കർത്താവ് കൊടുത്തൊരു പൊന്നുമോനാണ്. അത് കയ്യാട്ടം മാത്രമല്ല, ഇന്ന് മെയിനായിട്ട് അവൻ മാറിയിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി. നമുക്ക് എല്ലാവർക്കും കൂടി തമ്പുരാന് നന്ദി പറയാം അല്ലേ? ഈ പൊന്നുമോനെ ദൈവം തരാനായിട്ട് മനസ്സ് കാണിച്ചതിന് നന്ദി. ഓക്കെ, എന്നിട്ട് എങ്ങനെയുണ്ട് ഈ അമ്മയുടെ ബിസിനസ്? അവന്റെ കയ്യിലുണ്ട് കൊന്ത. അവന്റെ കയ്യിലും ഉണ്ട് കൊന്ത, കഴുത്തിലും ഉണ്ട് കൊന്ത. അപ്പൊ ഓക്കെ, എങ്ങനെയാണ് മോന് മാതാവിന്റെ പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യുന്നത്? മാതാവിനോട് ഒരു അനുഭവം പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മമ്മീന്നാണ് കിട്ടിയത്. എന്റെ ഒരു പ്രത്യേക ജീവിതത്തിലൊരു സാഹചര്യത്തിലാണ് എനിക്ക് കൊന്ത കയ്യിൽ വെച്ച് തരുന്നത്. അന്ന് ഞാൻ ചെല്ലി നോക്കാം, പക്ഷെ എനിക്ക് അതൊരു വലിയൊരു അനുഭവമായി. കാരണം പിന്നീട് പരിശുദ്ധ അമ്മയുടെ മേലങ്കുള്ളിൽ എന്നുള്ള രീതിയിലുള്ള ജീവിതം മാറി. ഭയങ്കരമായിട്ട് ജീവിതം മാറി. പരിശുദ്ധ അമ്മയുടെ മേലങ്കിക്കുള്ളിൽ എന്നൊരു കൺസെപ്റ്റിലോട്ട് മാറുന്ന രീതിയിലോട്ടായി. എല്ലാ കാര്യവും മാതാവ് നടത്തുന്നതില് എക്സാം ആയാലും എന്തായാലും ഞാൻ പഠിച്ചില്ലെങ്കിൽ പോലും എനിക്ക് എല്ലാ കാര്യങ്ങളും മാതാവ് നോക്കി നടത്തുന്ന ഒരു ഇതിലോട്ട് മാറി. ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് ഞാനിങ്ങനെ കൂടുതൽ മനസ്സിലാക്കി വരുമ്പോ നമ്മളുടെ ഈ ജീൻസ് ഷെയർ ചെയ്ത് പോണ മാതിരിയാണ് നമ്മുടെ വിശ്വാസങ്ങൾ മക്കളിലോട്ട് ഷെയർ ചെയ്ത് പോണത്. മാതാപിതാക്കളുടെ വിശ്വാസങ്ങളും ഇതെല്ലാം ഫോർ എക്സാമ്പിൾ പരിശുദ്ധ അമ്മയിലുള്ള ഇതും എല്ലാം എന്താ മമ്മിയിൽ നിന്ന് ഷെയർ ചെയ്ത് അങ്ങനത്തെ ഒരു ഫീല് വന്നു. എന്റെ മക്കളിലേക്കും പകരും. അതെ 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 അതെ. എന്താ പറയാ, നമ്മളെ മാതാവിനെ നമ്മുടെ മക്കളെ നോക്കാതിരിക്കാതെ പറ്റൂലല്ലോ. അതെ അതെ അതെ. അങ്ങനെയാണ് ഇത് എല്ലാത്തിന്റെ ഒരു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കേരളത്തിൽ ഒരു 1000-ഓളം കസ്റ്റമർ ഉണ്ട്. ടോപ്പ് ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ ഷോറൂമുകളിലും, കല്യാൺ, ജയലക്ഷ്മി, എല്ലാം എല്ലാ ഷോറൂമിലും നമ്മളുടെ ഐറ്റം ഉണ്ട്. കേരളത്തില് ഇല്ലാത്ത കടകളില്ല. എല്ലാ കടകളിലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടായി. അങ്ങനെ പിന്നെ കൂടുതൽ ഇങ്ങനെ തമിഴ്നാട്ടിലോട്ടും പല ഈ ഭാവിയിൽ എക്സ്പോർട്ട് ഒക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കണം അതിനു വേണ്ടി. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഈ ബിസിനസ്സിലേക്ക് നീ വന്നത് ഒരു ഉൾവിളിയായിട്ട് വന്നതാണോ,
അതോ പാരന്റ്സ് നിർബന്ധിച്ച് ഇവിടെ നീ ഇത് ചെയ്യണം, നീ വേറെ ആരും ഇല്ല അതുകൊണ്ട് നീ കൊണ്ടുനടക്കണം വിചാരിച്ചു വന്നതാണോ, അതോ നിനക്ക് ഇതിനോടൊരു പാഷൻ ഉണ്ടായിരുന്നോ? അങ്ങനെ പാഷനായിട്ട് വന്നപ്പോ ഇവിടെ എല്ലാം സെറ്റാണ് അന്നാത് വരാമെന്ന് വിചാരിച്ച് വന്നിട്ട് ഇവിടെ വന്നപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അതോ ഈസി ആയിരുന്നോ? അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. തീർച്ചയായിട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഉള്ള പിള്ളേരെ പോലെ തന്നെ നേരത്തേക്ക് എന്റെ ഒരു ആഗ്രഹം പുറത്തൊക്കെ പോകണമെന്നൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെ ബിസിനസ് പുറത്തും ചെയ്യാലോ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു. പിന്നീട് സത്യം പറഞ്ഞാൽ ജപമാലയിലൂടെയാണ് എന്റെ ട്രാൻസ്ഫോർമേഷൻ നടന്നത്. പിന്നെ എനിക്ക് പതുക്കെ മനസ്സിലായി തുടങ്ങി അപ്പനും അമ്മേനെ നോക്കണം, അവരെത്രത്തോളം കഷ്ടപ്പെട്ടു, എനിക്ക് ഇനി അവരുടെ കഷ്ടപ്പാടിൽ ഞാൻ പങ്കുപറ്റി കുറച്ച് മാറണം. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ പിന്നെ ഞാനും പങ്കുപറ്റണമെന്ന് തോന്നി. അതെ അതെ അതെ. അപ്പൊ അവര് ഹെൽപ്പ് ചെയ്യണമെന്നുള്ള ഒരു ഫീല് വന്നു തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ശരിക്കും ഇതിലോട്ട് എൻ്റർ ചെയ്യാൻ കാരണം. പിന്നെ അതോടൊപ്പം ഇവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം മാതാപിതാക്കൾ അനുസരിക്കണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു എനിക്ക് കിട്ടി. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് ജോയിൻ ചെയ്തത്. മാതാപിതാക്കളെ അനുസരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇല്ല. എനിക്കത് ഞാൻ പറഞ്ഞു സിസ്റ്ററെ, ആദ്യം എനിക്ക് അങ്ങനത്തെ ഒരു വേറൊരു ഇതായിരുന്നു പറഞ്ഞ ആ ഒരു പ്രായത്തിന്റെ. പിന്നീട് എനിക്ക് കുറച്ചും കൂടി ഞാൻ ട്രാൻസ്ഫോം ആയപ്പോ എനിക്ക് മനസ്സിലായി, ഉള്ളർത്ഥം മനസ്സിലായി. അപ്പൊ ഞാനത് കയറിയ സമയത്ത് ഇപ്പൊ ഞാൻ SPJ എന്ന് പറഞ്ഞ കോളേജിലാണ് അവിടെ പഠിച്ചത്. അത് ഭയങ്കര അത്ഭുതം, അവിടെ കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ്. ഈശോന്റെ വലിയ കൃപയിലും ഭയങ്കര അനുഗ്രഹമാണ് അവിടെ കിട്ടിയത്. അപ്പൊ അവിടെ പഠിച്ച് വന്നതെന്ന് പറയുമ്പോ അവിടെ പഠിപ്പിക്കുന്നതിന് ഭയങ്കര വലിയ കാര്യങ്ങളാണ്. അത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വരുന്ന സമയത്തായാലും എനിക്ക് ഒരുപാട് എന്താ പറയാ ഈസി ആയിരുന്നില്ല. പക്ഷേ ജപമാലയിലും ഫസ്റ്റ് വിശുദ്ധ കുർബാനയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ഞങ്ങൾ കുടുംബം മൊത്തം വിശുദ്ധ കുർബാന ഇല്ലാണ്ട് ഞങ്ങൾ ഒന്നും തുടങ്ങാറില്ല. ചേച്ചിമാരുടെ ഹസ്ബൻഡ് ആയാലും പിള്ളേരായാലും എൻ്റെ അപ്പനും അമ്മയായാലും ഞങ്ങൾ ആരും കുർബാന ഇല്ലാണ്ട്. അപ്പൊ വിശുദ്ധ കുർബാനയും ജപമാലയും പിടിച്ചതിന് ശേഷമായിട്ട് ഇങ്ങനെ പതുക്കെ ആയിട്ട് ഓരോ കാര്യങ്ങൾ ട്രാൻസ്ഫോർമേഷൻ വരണത് ഞാൻ കൺമുമ്പിൽ ഇങ്ങനെ കണ്ടു തുടങ്ങി. ഇംപ്ലിമെന്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അത് ഒരു 10-50% ഉള്ള രീതിയിലോട്ടൊക്കെ കർത്താവ് വളർത്തി. അപ്പൊ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് അത്ഭുതമാണ്. കുറെ കാര്യങ്ങൾ ഞാൻ അന്ന് കർത്താവിന്റെ ഇൻസ്പിറേഷൻ കിട്ടിയത്, പരിശുദ്ധാത്മാവിന്റെ ഇൻസ്പിറേഷൻ കിട്ടിയ കാര്യങ്ങൾ അന്ന് എനിക്ക് ഭയങ്കര തടസ്സങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് അത് ഞാൻ പോലും ചെയ്യാണ്ട് അതിനുവേണ്ടി വ്യക്തികളും അതിനുവേണ്ടിയുള്ള സോഫ്റ്റ്വെയറുകളും എല്ലാ കാര്യങ്ങളും കൂടി ചേർന്ന് കർത്താവ് തന്നെ കൊണ്ടുവന്ന് തന്നു. പിന്നെ എനിക്ക് കിട്ടുന്നത് നമ്മൾക്ക് എല്ലാവരും ഒരു ഈശോ ഒരു ഇൻസ്പിറേഷൻ എല്ലാവർക്കും നമ്മളുടെ പരിശുദ്ധാത്മാവ് നമ്മൾ ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ചതാണല്ലോ. അപ്പൊ എല്ലാവർക്കും ഇൻസ്പിറേഷൻ തരുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാനും കേൾക്കാനും തക്ക സഹവാസം അല്ലെ, പുത്രൻ പരിശുദ്ധാത്മാവിന്റെ സഹവാസം. ഈ സഹവാസത്തിന് ഇനി ജീവിതത്തില് അതില്ലാണ്ട് എനിക്ക് ജപമാല ഇല്ലാണ്ടോ അല്ലെങ്കിൽ ഒരു വിശുദ്ധ കുർബാനയിലോ പറ്റൂല. അത് ഭയങ്കര ഞാൻ എന്നെ തന്നെ പറഞ്ഞല്ല, ഞാൻ എന്റെ മൊബൈൽ മറന്നുപോയപ്പോഴും ജപമാല മറക്കാറില്ല. അത് മാതാവ് എനിക്ക് ഞാൻ ചില സമയത്ത് ആലോചിക്കും, അയ്യോ എനിക്ക് ഒരു ദിവസം ജപമാല ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മാതാവ് ഇല്ലെങ്കിൽ ഞാൻ എന്താവും എന്നുള്ള ഞാൻ ഭയപ്പെടാറുണ്ട്. അനുഭവിക്കുന്നത്. ഞാൻ അന്നും ഇന്നും എനിക്ക് ഒരു ഇതുള്ളൂ, ജപമാല മാതാവ് ഈശോയിലോട്ട് തന്നെ അടുപ്പിക്കും. കുമ്പസാരം, വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ ആരാധന. എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞാണ് എന്റെ തന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് വിശുദ്ധ കുർബാന ആരാധനയിൽ പോയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ ഒരു ഡെയിലി 1 hour പറ്റും. ഇപ്പോഴത്തെ തിരക്കി പറ്റാറില്ല, പക്ഷെ എന്നാലും പറയും. അങ്ങനെ ഉള്ളിലൊരു തോന്നൽ, അതെ ആ ഇൻസ്പിറേഷൻ കിട്ടും നമുക്ക്. അമ്മയാണ് പറയണത്. അമ്മ പറയും, മോനെ 1 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധനയിൽ പോയിരിക്കണം. ഇത് എത്ര വയസ്സുള്ള മോനാണ് ഈ പറയണേന്ന് അറിയോ? എത്ര വയസ്സ് കൂട്ടാ? എനിക്കിപ്പോ 23 വയസ്സുള്ള മോനാണ് പറയണേ. ഈ ലോകത്തിന്റെ എല്ലാ മാലിന്യങ്ങളിലും വേണമെങ്കിൽ മുഴുകി ജീവിക്കാനുള്ള സമ്പത്തും കാര്യങ്ങളൊക്കെ അവനുണ്ട്. ആ മോനാണ് പറയണേ, മാതാവ് ഇടയ്ക്ക് പറയും, മോനെ ദിവ്യകാരുണ്യ സന്നിധിയിൽ 1 മണിക്കൂർ പോയിരിക്കാൻ. DJ പാർട്ടിക്ക് പോകാനായിട്ട് തിരക്ക് കൂട്ടുന്ന കാലഘട്ടത്തിന്റെ എല്ലാ വ്യഗ്രതകളും നമ്മൾ കാണുന്നതാണ്. DJ പാർട്ടിയിൽ നിന്ന് വരാനുള്ള വ്യഗ്രത, അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളിലും. അവിടെയാണ് ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിൽ 1 മണിക്കൂർ മോനെ നീ പോയിരിക്കണം, തിരക്ക് പിടിച്ചിട്ട് നിനക്ക് പറ്റുന്നില്ലല്ലോ, നീ പോയിരിക്കണം എന്ന് പറയുന്ന ഒരു സ്വരം ഇവൻ കേൾക്കണമെങ്കിൽ അത് അവൻ അത്രമാത്രം അതിനോട് അറ്റാച്ച്ഡ് ആണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും വലിയൊരു വിജയവും ദൈവം കൊടുത്തത്. അത് എനിക്ക് പോലും പലപ്പോഴും ഇവര് ഒരു
ഇൻസ്പിറേഷനാണ്. അത് പറയുന്നതിൽ എനിക്കൊരു നാണവുമില്ല. ഒരു സന്യാസിനിയായിട്ടുള്ള എനിക്ക് പോലും ഇവരുടെ ലൈഫ് ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. ഞാനിവിടെ 2014 വന്ന സമയത്ത് അന്ന് നിങ്ങൾ മറ്റേ വീട്ടിലാണ്, പഴയ വീട്ടിലാണ്, അന്ന് ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഇതാരുടെ കടയാന്ന് ഞാൻ ചോദിച്ചപ്പോ എന്നോട് കുറച്ച് പെണ്ണുങ്ങൾ പറഞ്ഞു, അത് ഉഷ എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെയാ. ആ ചേച്ചി 10 പാവാട ബിഗ് ഷോപ്പറിൽ പിടിച്ച് ബസ് കയറി പോണത് ഒരു വെയിലത്ത് പോയി കഷ്ടപ്പെട്ട് ഇന്ന് വലിയ നിലയിലായി സിസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ ഞാൻ വിചാരിക്കും, ഇതൊന്ന് ചോദിക്കുന്നു, ഇത്ര വലിയ സംരംഭത്തിലായിട്ടുള്ള ഉഷയ്ക്ക് ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്, അത് നേരണാവോ സത്യനാവോ എന്ന് ചോദിക്കണമെന്ന് ഞാൻ എന്നും വിചാരിക്കാറുണ്ട്. സത്യത്തില് അത് ശരിയാണോ? സത്യമാണ്. ശരിക്കും പറഞ്ഞ സത്യമാണ്. 10 പാവാടമേൽ ബിഗ് ഷോപ്പറിൽ എടുത്തിട്ട് കൊണ്ടുപോയ ബസ്സിൽ കയറി ബിഗ് ഷോപ്പറിലേക്ക് എടുത്ത് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ പരിചയക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ ആദ്യം ഒരു ശമ്പളം ഇങ്ങനെ പക്ഷെ ആ ഒരു ഒന്നിനും നോക്കൂല. ആ ഇതെടുത്ത് എനിക്ക് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഇതിലെത്തണം, നല്ല നിലയിൽ ജീവിക്കണം, കുട്ടികളെ ആക്കണം എന്നുള്ളൊരു ചിന്തയോടെ ഫാമിലി നന്നാവണം, എൻ്റെ പത്തിന് എല്ലാവരും നന്നാവണം, ചിലപ്പോൾ എനിക്ക് തൊഴിൽ കൊടുക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം അന്നേ ഉണ്ടായിരുന്നു. എന്റെ പോലെ എല്ലാവരും നന്നാവണം, എനിക്ക് ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കണം, എൻ്റെ മക്കളെ നല്ല രീതിയിൽ വളർത്തണം, അതിനു വേണ്ടിയുള്ള ഒരു ലക്ഷ്യമാണ് ഈ ബിസിനസ് എന്ന ശക്തമായിട്ടുള്ള ധാരണ മനസ്സിലുള്ളത് കൊണ്ട് ഈ കഷ്ടപ്പാടൊന്നും ഉഷയ്ക്ക് പ്രശ്നമേ അല്ലായിരുന്നു. അപ്പൊ പൊരിവയിലൊക്കെ മഞ്ഞ് പോലെ തോന്നിയിട്ടുണ്ടാവും അല്ലേ? ഈ മക്കളൊക്കെ ഉണ്ടായപ്പോഴേ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്തത്? കുട്ടികളെ കൊണ്ട് പോകേണ്ട വന്നിട്ടുണ്ടോ? അയ്യോ വന്നിട്ടുണ്ട്. മോളെയൊക്കെ കൊണ്ടൊക്കെ, കാരണം വലിയ വലിയ ഓഫീസുകളിലൊക്കെ കയറുമ്പോഴത്തേക്ക് ഒരു ഇതൊക്കെ കയറുമ്പോൾ ഞാൻ മക്കളെയൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഓരോരുത്തരും മാറി മക്കളെയും താങ്ങി പിടിച്ച്. അന്ന് വണ്ടിയൊന്നും ഇല്ല. പണ്ട് അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ എന്റെ സിസ്റ്റേഴ്സും എന്റെ ബ്രദേഴ്സും എന്നെ സഹായിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്റെ അമ്മ പണ്ട് ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നപ്പോഴത്തേക്കും പിള്ളേരെ നോക്കാനായിട്ട് എന്റെ അനിയത്തിമാരെയൊക്കെ വിടും. പിന്നെ അമ്മച്ചി അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അന്ന് ഈ നമുക്ക് ഈസ്റ്ററിനൊക്കെ അപ്പോൾ അതിനകത്തൊന്നും എനിക്ക് സാധിക്കൂല. അത് പാവം എൻ്റെ അമ്മച്ചി ബ്രദറിന്റെ അടുത്ത് കൊടുത്തു വിട്ടിട്ട് എനിക്ക് അങ്ങനെയൊക്കെ പണ്ട് ജോലിക്കാർ. ഇപ്പം ദൈവത്തിന്റെ കൃപയാലും ജോലിക്കാരുണ്ട്, വീട്ടില് ജോലിക്കാരുള്ള. അപ്പൊ ജോലിക്കാരില്ലാത്ത സമയത്ത് ഈ ബിസിനസ് ഇത്ര ഭംഗിയായിട്ട് വരാനായിട്ട് ഇതൊരു കൂട്ടുകുടുംബം പോലെയായിരുന്നു. ഒരുപാട് പേര്, അനിയത്തിമാരും ചേച്ചിമാരും അമ്മയും, അവരുടെയൊക്കെ അത്യധ്വാനവും സഹകരണവും കിട്ടിയത് കൊണ്ടാണ് ഉഷയ്ക്ക് ഇന്ന് ഈ നിലയിൽ എത്താൻ പറ്റിയത്. അതുകൊണ്ടാണ് ഇത്ര ഭയങ്കര ഒരു കാരുണ്യം, ചാരിറ്റി ഉള്ളൊരു മനസ്സൊക്കെ ഡെവലപ്പ് ചെയ്താൻ കാരണമായത് അല്ലേ? ഇത്ര ശക്തമായിട്ടുള്ള ഒരു കാരുണ്യവും ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ചില പാവപ്പെട്ട മനുഷ്യരൊക്കെ കൗൺസിലിങ്ങിന് വരുമ്പോ അവര് ജോലിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞു വിടുമ്പോ ജോലി ചോദിക്കുന്നതിന്റെ കൂട്ടത്തിൽ അവർ തിരിച്ചു പോകും. ഇച്ചിരി കാശ് അവരുടെ പോക്കറ്റിൽ വെച്ച് കൊടുക്കുന്ന ആളാണ് ഈ ഉഷ. അതെന്റെ അനുഭവമാണ്. അവര് വന്ന് എന്നോട് പറയും, സിസ്റ്ററെ ആ ചേച്ചി എനിക്ക് ഇത്ര രൂപ തന്നുവിട്ടാന്ന്. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ജോലി ചെയ്യുന്നതിന് മുന്നേ ഒരു സഹായം കൊടുക്കാൻ, കഷ്ടപ്പാട് കണ്ടാൽ ഒരു സഹായം കൊടുക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതൊരു പക്ഷേ ഈ ഒരു കൂട്ടായ്മയിൽ നിന്ന് കിട്ടി. ഇതൊന്നും പറയണത് ഇഷ്ടമല്ല, എന്നാലും ഞാൻ പറയുകയാണ്, ആ കൂട്ടായ്മയിൽ നിന്ന് കിട്ടിയതായിരിക്കും അല്ലേ? അതെ എല്ലാം എന്റെ അമ്മയിൽ നിന്ന് കിട്ടിയൊരു ഇതാണ്. അമ്മ ഒരു ദാനധർമ്മിയായിരുന്നു. അതങ്ങനെ കൊടുക്കണം എന്നുള്ളത് പഠിച്ചത്. അതുകൊണ്ട് നമുക്കൊരു നഷ്ടം വന്നിട്ടില്ല ഇതുവരെ. ഒരു 1 കൊടുത്താൽ 9 ഈശോ തരും. ആ ഒരു ഭയങ്കര വിശ്വാസം. പിന്നെ ഭർത്താവിന്റെ ആൾക്കാർ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമ്മ പണ്ട് വയസ്സായ അമ്മയാണെങ്കിലും ഉണ്ടായതുകൊണ്ട് പെൺകുട്ടികളെ വീട്ടിൽ നിർത്തിയിട്ട് പോകുമ്പോ അമ്മ 12 വയസ്സായപ്പോഴാണ് അത്രയായപ്പോഴാണ് അമ്മ മരിച്ചുപോയി. പിള്ളേർക്ക് എന്റെ മദറിനോ. അതുവരെ വീട്ടില് ഒരു അമ്മ ഉണ്ടായതുകൊണ്ട്, അമ്മ നിങ്ങളുടെ കൂടെ ഇളയ മകനാണല്ലോ, അതുകൊണ്ട് അമ്മ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയുടെ ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ പരിശുദ്ധ അമ്മയുടെ പ്രൊട്ടക്ഷനും, പ്രസവിച്ച അമ്മയുടെ പ്രൊട്ടക്ഷനും, ഭർത്താവിന്റെ അമ്മയുടെ പ്രൊട്ടക്ഷനും ഒരുമിച്ച് കൊണ്ടു നടക്കുന്ന ആളാണെന്നാണ് ചുരുക്കം. അതെ ശരിക്കും പിന്നെ അമ്മയുടെ പേരൊന്നും ഉണ്ടായില്ല. ഇല്ല, കാരണം അത് അതാണ്. എങ്കിലും പോലും സ്നേഹമായിരുന്നു. മരിക്കുന്ന എന്നോട് സപ്പോർട്ട് തന്നിരുന്നു. മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ദൈവം നിന്നെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. നോക്കാൻ എന്നെ കൂടി ഈശോ അനുഗ്രഹിച്ചിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കും. എന്റെ കയ്യിൽ കിടന്നാണ് അമ്മ മരിച്ചത്. അതെ അല്ലേ? ഭർത്താവിന്റെ അമ്മ. അനുഗ്രഹ വാക്കുകളും കാരണവന്മാരുടെ എന്റെ ആണെങ്കിലും എല്ലാവരുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് തന്നെയാണ് ഇതുവരെ എത്താൻ സാധിച്ചത്. പിന്നെ ഭർത്താവിന്റെ സഹോദരിമാരാണെങ്കിലും, പിന്നെ ഭർത്താവിന് ചേട്ടനുണ്ട്,
ആ ചേട്ടന്റെ കുടുംബം. അപ്പൊ അങ്ങനെ എല്ലാവരുമായിട്ട് ഇങ്ങനെ എപ്പം അതുണ്ട്. എല്ലാരും കൂടി ഭംഗിയായിട്ട് പോകുന്ന ഒരു അനുഭവമാണ് പറയാനുള്ളത്. അതെ അതെ. ഇനി ജീവിതത്തിൽ ഏറ്റവും അധികം ശക്തമായി അനുഭവിച്ച ഒരു പ്രതിസന്ധിയെ കുറിച്ചൊന്ന് പറയാം.